Hi everyone, welcome back to Harris New Academy YouTube channel. I am Rizwan Ramzan Ahmed. ഇത് നമ്മുടെ യൂട്യൂബിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് യൂട്യൂബിൽ വർക്ക് ആവുന്ന ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് കണ്ടൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല യൂട്യൂബിൽ വർക്ക് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തതിൻ്റെ, നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ കണ്ടതിൻ്റെ ബേസിലായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈപ്പ് ഓഫ് കണ്ടന്റ് എന്തായാലും കുറേ കൂടെ വർക്ക് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഹൗ ടു ടൈപ്പ് ഓഫ് വീഡിയോസ്, അതായത് എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ്. കാരണം എന്താ, നമ്മൾ യൂട്യൂബിലേക്ക് എപ്പോഴും പോകുന്നത് ഒരു സെർച്ച് എഞ്ചിനായിട്ടാണ്. യൂട്യൂബ് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമല്ല, റൈറ്റ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ പല കാര്യങ്ങളും പഠിക്കാനും അറിയാനായിട്ടും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഹൗ ടു മേക്ക് എ ടീ, എങ്ങനെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് ചായ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൗ ടു ടൈ എ ടൈ, അതായത് എങ്ങനെ ഒരു ടൈ കെട്ടാം എന്നുള്ളത് പല സമയത്തായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. സോ നമ്മളെല്ലാവരും പല കാര്യത്തിനായിട്ടും ഹൗ ടു എന്ന് സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസിന് എന്തായാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും റീച്ചും ജനറലി ഉണ്ടാവാറുണ്ട്. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതായത് ഈ ഹൗ ടുവിൻ്റെ തന്നെ വേറൊരു വേർഷൻ, ട്യൂട്ടോറിയൽസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, റൈറ്റ്? അതായത് ഒരു കേക്ക് ബേക്ക് ചെയ്യണം, നിങ്ങൾക്ക് അറിയില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് പ്രോസസ് ടു ബേക്ക് എ കേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്പ് പ്രോസസ് ടു ലേൺ ഫോട്ടോഷോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ടു ലേൺ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ കാര്യം പഠിക്കാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ അത്യാവശ്യം വർക്കിംഗ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് എന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. ഉദാഹരണത്തിന് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലാതെ വാട്ട് ഈസ് യൂട്യൂബ് മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? സോ നമ്മൾ പലപ്പോഴും പല സമയത്തായിട്ട് യൂട്യൂബിൽ അഗെയിൻ വന്നിട്ട് സെർച്ച് ചെയ്യുന്നത് എന്താണ് ഇന്ന പെർട്ടിക്കുലർ കാര്യം, റൈറ്റ്? വാട്ട് ഈസ് ലൂണാർ എക്ലിപ്സ്, അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മൊമെൻറ്റ് മാർക്കറ്റിംഗ്. സോ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, ഉദ്ദേശം കൊണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസ് really work on YouTube because it is a search engine. നാലാമത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ദാറ്റ് ആക്ച്വലി വർക്ക്സ് റിയലി വെൽ ഓൺ യൂട്യൂബ് ഇസ് ഇൻ്റർവ്യൂസ്. അഥവാ രണ്ടാൾക്കാർ, അഥവാ മൾട്ടിപ്പിൾ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, ഈവൻ ഒരാളെന്നുണ്ടെങ്കിൽ പോലും അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ പെർസ്പെക്റ്റീവ്സോ അയാളുടെ ടേക്ക് അവേസോ അറിയുന്ന രീതിയിലേക്കായിട്ടുള്ള ഇൻ്റർവ്യൂസും പോഡ്കാസ്റ്റും യൂട്യൂബിൽ അത്യാവശ്യം നല്ല വർക്കിംഗ് പൊട്ടൻഷ്യലുള്ള ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. കാരണം എന്താ, ആൾക്കാർക്ക് മറ്റുള്ളവർ എന്ത് ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അറിയുന്നു എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, റൈറ്റ്? സോ ആ കാര്യങ്ങൾ അറിയേണ്ടിയിട്ടായിട്ട് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന സമയത്തൊക്കെ ആയിട്ട്, എസ്പെഷ്യലി ഒരു സെലിബ്രിറ്റിയോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് അറിയപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആൾക്കാരത് കുറേ കൂടെ കാണാനും അവരെ കൂടുതൽ കുറേ കൂടെ പഠിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. നാലാമത്തെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിവ്യൂസ് ആണ്. കാരണം എന്താ, നമ്മൾ എന്തൊരു കാര്യം ഇന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയിട്ട് യൂട്യൂബിൽ എന്ത് ചെയ്യും, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റുമോ, പോസിറ്റീവ് റിവ്യൂ കിട്ടുമോ, നെഗറ്റീവ് റിവ്യൂ കിട്ടുമോ, എന്താണ് അതിനെക്കുറിച്ച് മറ്റുള്ള ഉപയോഗിച്ച ആൾക്കാർക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും. ഉദാഹരണത്തിന് ഒരു ഫോൺ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിന് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് എന്ത് ചെയ്യും, നമ്മൾ പോയി നോക്കും. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും, ഈ ഫോണ് കൊള്ളാം, ഈ ഫോണ് എനിക്ക് പറ്റിയ ഫോണല്ല എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഡിസൈഡ് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് ഏറ്റവും വർക്ക് ആവുന്ന തോന്നിയിട്ടുള്ള ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ലിസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ കൊടുക്കുക. ഉദാഹരണത്തിന് 5 ബുക്സ് എവറി ആർട്ടിസ്റ്റ് ഷുഡ് റീഡ്, അല്ലെങ്കിൽ 5 റൂൾസ് യു ഷുഡ് ഫോളോ ടു ബി സക്സസ്ഫുൾ, ഓർ 5 ഹാബിറ്റ്സ് ടു ക്വിറ്റ് ബിഫോർ 2025 or 24. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പെർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം. സോ ദാറ്റ് ആൾക്കാർ ആ ഓരോ ഐറ്റം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യും, അവിടെ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യും, റൈറ്റ്? സോ ഈ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ യൂട്യൂബിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇതല്ലാതെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വർക്ക് ആവുന്നുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇഫ് യു ഹാവ് ഫെൽറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്, ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. ആൻഡ് അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ജസ്റ്റ് കീപ് ഗ്രോയിങ്. ആൻഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് make sure you subscribe and turn on notification. See you next time.